ഇന്നത്തെ ആയുർജീവനത്തിൽ നമ്മൾ നെഞ്ചെരിച്ചിലിനെ കുറിച്ചാണ് പറയുന്നത്. ആസിഡ് റിഫ്ലക്സ് അല്ലെങ്കിൽ നെഞ്ചെരിച്ചിൽ. നമ്മൾ മിക്കവർക്കും ഈ നെഞ്ച് പുകച്ചിൽ അല്ലെങ്കിൽ നെഞ്ചെരിച്ചിൽ ഉണ്ടാകാറുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ വയറ്റിൽ ചെല്ലുമ്പോൾ ഗ്യാസ്ട്രിക് ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്യാസ്ട്രിക് ആസിഡുകളാണ് അവയെ ദഹിപ്പിക്കുന്നത്. ഈ ഗ്യാസ്ട്രിക് ആസിഡുകൾ അതിനെ വിച്ഛേദിപ്പിച്ച് ദഹിപ്പിക്കുന്നു. ഈ ഗ്യാസ്ട്രിക് ആസിഡുകളുടെ അളവ് ക്രമാതീതമായ വയറിൽ കൂടുമ്പോഴാണ് നെഞ്ചെരിച്ചിൽ നമുക്ക് അനുഭവപ്പെടുന്നത്. ഈ നെഞ്ചെരിച്ചിലിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷണം നെഞ്ചിലുണ്ടാകുന്ന പുകച്ചിലാണ്, ഒരു ബേണിംഗ് സെൻസേഷൻ ഉണ്ടാവും. പിന്നെ നാക്കിൽ നമുക്കൊരു ചവർപ്പ് പോലെ ഫീൽ ചെയ്യും, ഒരു ബിറ്റർനെസ് ഫീൽ ചെയ്യും. വളരെ റെയറായിട്ട് ചിലർക്ക് നെഞ്ചെരിച്ചിൽ വളരെ കൂടുതലായിട്ട് ഉണ്ടാകുന്നവർക്ക് ഈ തൊണ്ടയിൽ സോർ ത്രോട്ട് അല്ലെങ്കിൽ നമുക്ക് ഈ തൊണ്ടപ്പഴുപ്പ് ഉള്ളപ്പോഴുണ്ടാകുന്നത് പോലെ ഒരു പ്രഷർ ഫീലിംഗ് ഉണ്ടാവും. പിന്നെ തൊണ്ട വളരെ ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യും. ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ട്, ആ ഡ്രൈനെസ് ഫീൽ ചെയ്യും. ഇതൊക്കെയാണ് നെഞ്ചെരിച്ചിലിൻ്റെ പ്രധാന സിംറ്റംസ്. നെഞ്ചെരിച്ചിലിൻ്റെ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ മദ്യപാനം, പുകവലി ഇതൊക്കെ നെഞ്ചെരിച്ചിൽ ഉണ്ടാക്കാറുണ്ട്. പിന്നെ എന്തെങ്കിലും ദഹനക്കേടിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് നെഞ്ചെരിച്ചിൽ വരാറുണ്ട്. പിന്നെ എരിവും പുളിയും ഒരുപാട് കൂടുതലുള്ള, നമ്മൾ സ്പൈസി ഫുഡ്, ഈ മസാലകളൊക്കെ ഒരുപാട് കൂടുതലുള്ള ഭക്ഷണങ്ങൾ സ്ഥിരമായി കഴിക്കുന്നവരിൽ ഈ നെഞ്ചെരിച്ചിൽ കാണാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ വറുത്ത ഭക്ഷണം, ചിലർ എന്നും വറുത്ത ഭക്ഷണം കഴിക്കും. വറുത്ത ഭക്ഷണങ്ങൾ കൂടുതലായി കഴിച്ചാലും നെഞ്ചെരിച്ചിൽ വരാറുണ്ട്. പിന്നെ ചിട്ടയില്ലാതെ ഭക്ഷണം കഴിക്കുന്നത്, ഭക്ഷണശീലത്തിൽ ഒരു ചിട്ട പാലിക്കാതെ തോന്നുമ്പോഴൊക്കെ ഭക്ഷണം കഴിക്കുന്നവർക്കും ഈ നെഞ്ചെരിച്ചിലിൻ്റെ കംപ്ലൈൻറ്റ് കാണാറുണ്ട്. ഈ നെഞ്ചെരിച്ചിൽ കുറയ്ക്കാനായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന 1-2 ഹോം റെമഡീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ വീട്ടിൽ വളരെ സാധാരണമായിട്ട് കാണുന്ന ഒരു വസ്തുവാണ് ഏലക്ക. ഈ ഏലക്ക 1-2 ഏലക്ക പൊടിച്ച് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് ഒരു 15 മിനിറ്റ്സ് 15-20 മിനിറ്റ് തിളപ്പിച്ചിട്ട് ആ വെള്ളം ആറിയിട്ട് അരിച്ചു കുടിക്കുന്നത് നല്ലൊരു റെമഡിയാണ് നെഞ്ചെരിച്ചിലിന്. ഇത് ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടാവും. ഇത് ഈ ഒരു ഗ്ലാസ് വെള്ളത്തിന് ഒരു 2-3 ഏലക്ക എടുക്കാം. ഏലക്ക നല്ലോണം ചതച്ചിട്ട് ആ പൊടിയോ ആ ചതച്ച തോലോട് കൂടി തന്നെ ഇട്ട് തിളപ്പിച്ചിട്ട് ഈ വെള്ളം കുടിക്കുന്നത് നെഞ്ചെരിച്ചിലിൻ്റെ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ വളരെ നല്ലൊരു റെമഡിയാണ്. അതുപോലെ മറ്റൊരു റെമഡി നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്നത്, ഭക്ഷണം കഴിച്ച് ഓരോ ഭക്ഷണം കഴിയുമ്പോഴും 2-3 തുളസി ഇല ചവച്ച് തിന്നുന്നത് ഈ ദഹനത്തിനും നെഞ്ചെരിച്ചിൽ കുറയുന്നതിനും വളരെ നല്ലൊരു റെമഡിയാണ്. അതുപോലെ നെഞ്ചെരിച്ചിലിന് മറ്റൊരു പരിഹാരം ചിൽഡ് മിൽക്ക് അല്ലെങ്കിൽ നല്ലോണം തണുത്ത പാല് കുടിക്കുന്നത്. ദിവസം ഒരു നേരമെങ്കിലും തണുത്ത പാല് കുടിക്കുന്നത്, എസ്പെഷ്യലി ഫുഡ് കഴിച്ച ശേഷം കുടിക്കുന്നത് ഈ നെഞ്ചെരിച്ചിലിൻ്റെ ഫീലിംഗ് കുറയ്ക്കാൻ നല്ലൊരു റെമഡിയാണ്. പിന്നെ നമുക്ക് ഈ നെഞ്ചെരിച്ചിലിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കഴിവതും നമ്മൾ എരിവും പുളിയും കൂടിയ സ്പൈസി ആൻഡ് ഫ്രൈഡ് ഫുഡ്, വറുത്ത ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട റെമഡി അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു പരിഹാരം, എഫക്റ്റീവ് റെമഡി എന്ന് പറയുന്നത് ഈ വറുത്ത ഭക്ഷണം അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ കുരുമുളക് കൂടിയത്, പെപ്പർ കൂടുതലായിട്ടുള്ള പ്രിപ്പറേഷൻസ്, അതുപോലെ വിനാഗിരി കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഇതൊന്നും കഴിക്കരുത്. പിന്നെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വർജിക്കേണ്ടതെന്ന് പറയുന്നത് കോളാസ്, ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കിട്ടും, അത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. ടൊമാറ്റോ സോസോ കെച്ചപ്പോ അങ്ങനത്തെ ഭക്ഷണങ്ങൾ ഇത് രണ്ടും കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. പിന്നെ കുറയ്ക്കേണ്ടത് ചായയുടെയും കാപ്പിയുടെയൊക്കെ അളവ് കുറയ്ക്കാം, ചോക്ലേറ്റ്സിൻ്റെ അളവ് കുറയ്ക്കാം. അതുപോലെ തന്നെ ഈ കടുക് അരച്ചിട്ടുള്ള കിച്ചടി പോലുള്ള പ്രിപ്പറേഷൻസ് കഴിക്കാണ്ടിരിക്കുക. നെഞ്ചെരിച്ചിലിന് അത് നല്ലതല്ല. അത് ഇത്തരം ടിപ്സൊക്കെ ഫോളോ ചെയ്താൽ തന്നെ നമുക്ക് ഈ നെഞ്ചെരിച്ചിലിൻ്റെ കംപ്ലൈൻറ്റ് ഓൾമോസ്റ്റ് ഇല്ലാതാക്കാൻ പറ്റും. താങ്ക് യു.